ഈ സായാഹ്ന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മൈക്കിൾ ആഞ്ചലോയെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇറ്റാലിയൻ ശില്പിയും അതുപോലെ ചിത്രകാരനും കവിയുമായിരുന്നു മൈക്കിൾ ആഞ്ചലോ. ഒരിക്കൽ മൈക്കിൾ ആഞ്ചലോ തന്റെ സുഹൃത്തിനോട് ഒരുമിച്ച് ഇവർ കാട്ടിലൂടെ ഒരു യാത്ര പോവുകയാണ്. അപ്പൊ കാടിന്റെ ഏകദേശം ഒരു മധ്യഭാഗത്തെത്താറായപ്പോ അദ്ദേഹം പെട്ടെന്ന് നിന്നിട്ട് അദ്ദേഹം ഒരു പാറയെ ചൂണ്ടി, കരിമ്പാറയെ ചൂണ്ടിയിട്ട് മൈക്കിൾ ആഞ്ചലോ പറഞ്ഞു, ദാ ഒരു ദൈവദൂതൻ. കൂട്ടുകാരനൊന്നും ഒരു കാര്യം മനസ്സിലായില്ല. എന്താണ് ഇദ്ദേഹം ഈ പറയുന്നത്? ഒരു കരിമ്പാറ അവിടെ കാണുന്നുണ്ട്, അതിനെ ചൂണ്ടിയിട്ട് പറയുകയാണ്, ഇതാ ഒരു ദൈവദൂതൻ എന്നാണ് മൈക്കിൾ ആഞ്ചലോ വിളിച്ചു പറഞ്ഞത്. കൂട്ടുകാരന് ഒരു കാര്യം മനസ്സിലാകുന്നില്ല. അദ്ദേഹം നോക്കുമ്പോൾ ഒരു കരിമ്പാറ അവിടെ കിടക്കുന്നുണ്ട്, അല്ലാതെ മറ്റൊന്നും അദ്ദേഹം മനസ്സിലായില്ല. അല്പം കഴിഞ്ഞ് സ്നേഹിതൻ തന്റെ ടെന്റിലേക്ക് വിശ്രമത്തിന് വേണ്ടി കടന്നുപോയി. ഉടനെ മൈക്കിൾ ആഞ്ചലോ തന്റെ സഞ്ചിയിൽ കരുതിയിരുന്ന ചുറ്റികയും ഉളിയും എടുത്ത് താൻ ആ കരിമ്പാറയുടെ മുകളിൽ കൊത്തുവാനായിട്ട് തുടങ്ങി. അങ്ങനെ കൊത്തി കൊത്തി അദ്ദേഹം അതിൽ നിന്ന് ഒരു മനോഹരമായ ഒരു ശില്പം അദ്ദേഹം നിർമ്മിച്ചെടുത്തു. ഒരു മനോഹരമായ ഒരു ശില്പമാണ് അദ്ദേഹം അതിൽ നിന്ന് നിർമ്മിച്ചെടുത്തത്. കുറെ കഴിഞ്ഞ് സ്നേഹിതൻ തന്റെ ടെന്റിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഈ കരിമ്പാറയിൽ നിന്ന് മനോഹരമായിരിക്കുന്ന ഒരു ദൈവദൂതന്റെ ശില്പം അദ്ദേഹം കണ്ട് അത്ഭുതപരതന്ത്രനായി മാറുവാനിടയായി. ഇതെങ്ങനെ സംഭവിച്ചു, എങ്ങനെ സാധിച്ചു എന്നൊക്കെയാണ് മൈക്കിൾ ആഞ്ചലോയോട് അദ്ദേഹം ചോദിച്ചത്. അപ്പോ ആർക്കും ഒന്നും തോന്നാത്ത, അല്ലെങ്കിൽ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന വെറും ഒരു പാറക്കല്ലായിട്ട് മാത്രം കാണുന്നതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനെക്കുറിച്ച് അതൊരു ഒരു പ്രയോജനമില്ലാത്ത ഒരു പാറക്കല്ലാണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. പക്ഷേ ഒരു ശില്പിയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ളിൽ ഇരിക്കുന്നതായ ആ ശില്പത്തിന്റെ രൂപം പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് മൈക്കിൾ ആഞ്ചലോ പറഞ്ഞത്, ഇതാ ഒരു ദൈവത്തിന്റെ ദൂതൻ എന്ന് പറയാൻ ഇടയായത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതില് ന്യായാധിപന്മാരുടെ പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഇസ്രായേലിന്റെ ശത്രുവായിരുന്ന മിദ്യാന്യരുടെ കണ്ണിൽപ്പെടാതെ ഗിദെയോൻ എന്ന് പറയുന്നതായ ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹം കോതമ്പ് കറ്റ കൊണ്ടുപോയിട്ട് ഈ മുന്തിരിച്ചക്കിന്റെ സമീപത്ത് വെച്ച് മെതിക്കുകയാണ്. അപ്പോൾ ഒരു ദൈവദൂതൻ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷനായി. എന്നിട്ട് ഈ ഗിദെയോനെ വിളിച്ചത് പരാക്രമശാലിയെ എന്നാണ് വിളിച്ചത്. ഇവിടെ കാണുന്നിങ്ങനെ ഗിദെയോനെ ഈ ദൈവദൂതൻ സന്ദർശിച്ചിട്ട്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഗിദെയോൻ അത് മനസ്സിലായില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം എന്നോട് കൂടെയോ അല്ലെങ്കിൽ ഇസ്രായേലിനോട് കൂടെയോ ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഈ കഷ്ടങ്ങളും ഈ പ്രയാസങ്ങളും ഈ ദാരിദ്ര്യം ബുദ്ധിമുട്ടും ഈ ശത്രുഭീതിയെല്ലാം ഉണ്ടാകുന്നു എന്നതായിരുന്നു ഗിദെയോന്റെ സംശയം. ഉടനെ ഈ ദൂതൻ ഗിദെയോനോട് വീണ്ടും പറയുന്നത്, നീ ഈ ബലത്തോടെ പോവുക, ഇസ്രായേലിനെ നീ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് ഗിദെയോനോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞ ഉടനെ തന്നെ ഗിദെയോൻ പറഞ്ഞു, 12 ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ഗോത്രമാണ് മനശ്ശെ ഗോത്രം. ആ മനശ്ശെ ഗോത്രത്തിൽ തന്നെ ഏറ്റവും എളിയ കുലമാണ് ഗിദെയോന്റെ കുലം എന്ന് പറയുന്നത്. ആ കുലത്തിൽ പോലും ഗിദെയോന്റെ കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും ബലഹീനമായിരിക്കുന്ന ഒരു കുടുംബമാണ്. എന്ന് പറഞ്ഞാൽ വളരെ താണ നിലയിലുള്ളതായ ഒരു കുടുംബമാണ്. വീണ്ടും അദ്ദേഹം പറയുന്നത്, ഞാൻ കുടുംബത്തിൽ വരെ ഏറ്റവും ബലഹീനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ നീ പറയുന്നത് എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? എന്നാൽ ദൈവത്തിന്റെ ദൂതൻ, യഹോവയായ ദൈവം തന്നെ ഇവനെ ഉപയോഗിക്കാൻ തുടങ്ങി. ഈ കാര്യംപാറയിൽ നിന്ന് ഒരു ദൈവദൂതന്റെ ശില്പം രൂപപ്പെടുത്തിയെടുത്തതുപോലെ
ഒന്നിനും കൊള്ളില്ലാത്ത ഈ 12 ഗോത്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ ബലഹീനമായിരിക്കുന്നതായ ഗോത്രമായിരിക്കുന്ന മനശ്ശെ ഗോത്രത്തിൽ ഏറ്റവും ചെറിയ ഒരു കുലത്തിൽപ്പെട്ട, അതിലും ഏറ്റവും ചെറിയൊരു കുടുംബത്തിൽപ്പെട്ട, അതിൽ നിന്നും ഏറ്റവും ചെറിയ ആ അംഗങ്ങളിൽ വെച്ച് ഏറ്റവും എളിയ ഒരു വ്യക്തിയായിരുന്ന ഗിദെയോനെ ദൈവത്തിനടുത്ത് ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞു. ആ മിഥ്യാനരെ, ഇസ്രായേലിനെ പേടിപ്പിച്ചുകൊണ്ടിരുന്നതായ മിഥ്യാനരെ തോൽപ്പിച്ച് ഇസ്രായേൽ രക്ഷിക്കുവാൻ ഈ ഗിദെയോനെ കൊണ്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ മോശ എന്ന് പറയുന്നതായ വ്യക്തി ഇത് പറഞ്ഞു, ഞാൻ നിന്നെ ഇസ്രായേലിലേക്ക് അയക്കും, നീ ഇസ്രായേൽ ജനത്തെ കൂട്ടി വന്ന് ഇവിടെ ആരാധിക്കും, ഈ മരുഭൂമിയിൽ ആരാധിക്കുമെന്നുള്ളത് കർത്താവ് പറഞ്ഞപ്പോൾ അത് മോശയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മോശ പറയുന്നത് ഇങ്ങനെയാണ്, അതൊരു ചെറിയ കാര്യമല്ല. കാരണം ഞാൻ തടിച്ച നാവുള്ളവരും വിക്കനുമാണ്. എന്നെപ്പോലൊരാൾക്ക് ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുവാനായിട്ട് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, വേറെ ആരെങ്കിലും അയക്കുക എന്നാണ് മോശ ദൈവത്തോട് പറഞ്ഞത്. ഇല്ല, മോശയെ തന്നെ ദൈവം അയച്ചു. വിക്കനും തടിച്ച നാവുമുള്ള ഈ ഒഴിവ് കഴിവ് പറഞ്ഞതായ മോശ എത്ര കാലമാണ് ഇസ്രായേൽ മക്കളെ നയിച്ചെന്നറിയാമോ? 40 വർഷം. ഇസ്രായേൽ മുതൽ, അഥവാ ഈജിപ്റ്റ് മുതൽ കനാൻ നാട് വരെ നയിച്ചത് മോശയാണ്. കനാൻ നാട്ടിലേക്ക് മോശ പ്രവേശിച്ചില്ല എങ്കിൽ തന്നെ അതിന് സമീപം വരെ കൊണ്ടുവന്നത് മോശയാണ്. 40 വർഷം ലക്ഷക്കണക്കിന് ജനത്തെ നയിക്കുവാൻ പര്യാപ്തമായ രീതിയിൽ ദൈവം കരങ്ങളിലെടുത്തത് വിക്കനും തടിച്ച നാവുമുള്ള ഒരു മോശയാണെങ്കിൽ, അതുപോലെ തന്നെ ശിമയോൻ പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി മത്തായി 26-ാം അധ്യായത്തിൽ 69-70 വാക്യങ്ങൾ നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു വേലക്കാരിയുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറയുകയും യേശുവിനെ ശപിക്കുകയും ചെയ്തതായി ഈ മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്തു. എന്നിട്ട് അപ്പോസ്തലന്മാരിൽ വെച്ച് ഏറ്റവും അഗ്രഗണ്യനായ ശക്തനായിരിക്കുന്ന ഒരു അപ്പോസ്തലനായിട്ട് രൂപാന്തരപ്പെടുത്തി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ യുവാവേ, പ്രിയ യുവതി, പ്രിയ കുഞ്ഞെ, ദൈവത്തിന് അസാധ്യമായ കാര്യവുമില്ല. മൈക്കലാഞ്ചലോ കരിമ്പാറയിൽ നിന്ന് ഒരു ദൈവദൂതന്റെ ശില്പം കൊത്തിയെടുത്തതുപോലെ നിന്നെ കാണുമ്പോൾ തന്നെ നീ ഏതു വിധത്തിൽ നിന്നെ പ്രയോജനപ്പെടുത്താമെന്ന് ദൈവത്തിനറിയാം. ഗിദെയോനെ ഒരു പരാക്രമശാലിയാക്കി രൂപാന്തരപ്പെടുത്തിയതുപോലെ തടിച്ച നാവുള്ളവൻ വിക്കനുമായിരുന്ന മോശയെ 40 വർഷം ഇസ്രായേൽ ജനത്തെ മേയ്ക്കുവാൻ, നയിക്കുവാൻ പ്രയോജനപ്പെടുത്തിയതുപോലെ പേടിത്തൊണ്ടനും ഒരു സ്ത്രീയുടെ മുൻപിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ് യേശുവിനെ ശപിച്ചതായ ഈ വ്യക്തിയെ ശിഷ്യന്മാരുടെ ഗണത്തിൽ അഗ്രഗണ്യനായിട്ട് ഉയർത്തി. ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് വരെ രക്ഷിക്കപ്പെടുവാൻ പര്യാപ്തമായ രീതിയിൽ ഉപയോഗിച്ച ആ ദൈവത്തിന് അസാധ്യമായൊരു കാര്യവുമില്ല. ഗിദെയോൻ പറയുന്നത് 12 ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ഗോത്രമാണ് ഞങ്ങളുടേത്, പറഞ്ഞാൽ മനശ്ശെ ഗോത്രം. അതിലും ഏറ്റവും ചെറിയ എളിയ കുലമാണ് ഞങ്ങളുടേത്, അതിലും ഏറ്റവും എളിയ കുടുംബമാണ് ഞങ്ങളുടേത്, അതിലും ഏറ്റവും എളിയവനാണ് ഞാൻ. ആ ഗിദെയോനെ തന്നെ ദൈവം ഉപയോഗിച്ച് മിഥ്യാനയുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കാൻ ദൈവം ഉപയോഗിച്ചുവെങ്കിൽ നിന്നെയും ഉപയോഗിക്കും. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. സംശയിക്കേണ്ട. ഒഴിവ് കഴിവുകൾ പറഞ്ഞ് നീ മാറിപ്പോകാതെ ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങുക. കർത്താവ് നിന്നെ ഉപയോഗിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അവിടെ കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും.